എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് പോയാലോ? നാളത്തെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന നല്ല വിശേഷങ്ങളൊക്കെ തന്നെയാണ്. അവർണികയും ഗോവിന്ദും ഗീതും കൂടെ അങ്ങനെ കിഷോറിനെ തകർക്കാനായിട്ട് ഒന്നാവുകയാണ്. അതോടൊപ്പം തന്നെ അവർണികയുടെ ഡാഡി വിവരങ്ങളൊക്കെ അറിയണം, കിഷോറിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെയാണെങ്കിലും ഗോവിന്ദും ഗീതും ഒരു വലിയ അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചത് അറക്കൽ വീട്ടില്. അപ്പം ഈ അഭിനയം കണ്ടു കഴിഞ്ഞപ്പോ രാധികാമ്മയ്ക്കും വരുന്ന ഒരു കാര്യം ഉറപ്പായി, അവർ രണ്ടുപേരും ശത്രുക്കളായി മാറിക്കഴിഞ്ഞു. ഇനിയിപ്പം ആ ഒരു ഗ്യാപ്പില് ഇടിച്ചു കയറണം, എങ്കിൽ മാത്രമേ ഗീതുവിന് ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അപ്പൊ വരുൺ പറയുന്നുണ്ട്, അമ്മേ ഇനി ബാക്കി നമുക്ക് ഓഫീസിൽ വെച്ച് ചെയ്യാം, ബാക്കി കിഷോർ ചെയ്തോളും. ഗോവിന്ദന്റെ മനസ്സിൽ കുറച്ചുകൂടെ ഡൗട്ട് ഉണ്ടാക്കണം, അതിനു വേണ്ടുന്ന കാര്യങ്ങൾ കിഷോറിനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കാന്നൊക്കെ പറയാ. അങ്ങനെ നേരെ കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു എന്ത് ചെയ്യാണ്, ഗീതു നേരെ ഗോവിന്ദന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ കിഷോർ അങ്ങോട്ട് വന്നേ. കിഷോറിനെ കണ്ടു കഴിഞ്ഞപ്പോ പതിവ് പോലെ തന്നെ അവർ രണ്ടും കൂടെ അഭിനയിക്കാൻ തുടങ്ങി. കിഷോറിന്റെ മുന്നിൽ വെച്ച് രണ്ടുപേരും വഴക്കടിക്കുവാണ്. കിഷോറിന് സമാധാനമായി. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് കിഷോർ ഇരുന്ന് തന്നെ ഇത്ര റിസ്ക് എടുത്ത്. അപ്പൊ അവർണിയനെ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ഗീതുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കിഷോർ ആ നാടകങ്ങളെല്ലാം കളിച്ചേ. അപ്പൊ അങ്ങനെ താൻ്റെ നാടകങ്ങളെല്ലാം വിജയത്തിലേക്ക് എത്തുവാണല്ലോ എന്നൊരു വിചാരം കിഷോറിന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യാനാ, അതിനേക്കാളും വല്ല ബുദ്ധിമാനും ബുദ്ധിമതിയായിരുന്നു ഗോവിന്ദും ഗീതും കൂടെ. അവരെന്ത് ചെയ്യുവാണ്, കിഷോറിനെ പൊളിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളൊക്കെ എങ്ങനെ മെനയുവാണ്. ഇവരുടെ അഭിനയം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അത് ഒറിജിനലാന്ന് വിചാരിച്ച കിഷോറും അതോടൊപ്പം വരുണും രാധികാമ്മ എല്ലാം മാറി സംസാരിക്കുന്നുണ്ടായിരുന്നു. കിഷോർ പറഞ്ഞു, എന്റെ ഐഡിയാസ് ഒക്കെ ഏറ്റവും തോന്നേ. അപ്പം പെട്ടെന്ന് രാധികാമ്മ പറഞ്ഞു, ശരിയാ കിഷോറിന്റെ ഐഡിയ കൊള്ളാം. ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഇവർ രണ്ടുപേരും കണ്ണി നോക്കിയ വഴക്കാ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഗോവിന്ദ് ഗീതുവിനെ ഡിവോഴ്സ് ചെയ്യും. അങ്ങനെ ആ ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടി. അടുത്ത ശല്യം രഞ്ജുവാണ്. അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കണമെന്ന് പറയാം. വരും പറഞ്ഞു, അവളുടെ കാര്യം വിട്ടാരെ, അവൾക്ക് അസുഖമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ തകർന്നു പൊക്കോളും. അതോടുകൂടി അവളുടെ കാര്യത്തിന് തീരുമാനമാ, അല്ലെങ്കിൽ അധികം നാൾ അവൾക്ക് ആയുസില്ലോ എന്ന് പറയുന്നുണ്ട്. ഈ സമയം അപർണയ്ക്ക് എന്ത് ചെയ്യണം, അപർണയ്ക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഗീതു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അപർണ നേരെ ഡാഡീനെ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ്. രഘുറാമിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ അപർണികയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ എന്തോ സംശയങ്ങൾ തോന്നി രഘുറാമിന്. പിന്നീട് എന്താന്ന് ചോദിക്കുമ്പോ തന്നെ അപർണിക പൊട്ടിക്കരയാണ് ഡാഡിയുടെ മുന്നിൽ നിന്നിട്ട്. രഘുറാമിന് സഹിച്ചില്ല. കാരണം മോൾക്ക് വേണ്ടിയാണ്, അവളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് കിഷോറിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചേ. അവൾക്ക് ഇഷ്ടമാന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല. കമ്പനിയോ അതോ സ്വത്തോ പണോ വേറൊന്നും ഒരു കാര്യം നോക്കാതെ അതിന്റെ പേരിലോ വലിയ വില തന്നെ കൊടുക്കേണ്ടി വന്നു. സ്വന്തം കമ്പനി തന്നെ നഷ്ടപ്പെട്ടു പോയത്. പിന്നീട് വേറൊരു കമ്പനി ജോലിക്ക് പോകണ്ടേ വന്നു. എന്ത് പറ്റി മോളെ എന്ന് പറഞ്ഞിട്ട് മോളെ ചേർത്ത് പിടിക്കുകയാണ് റഹ്റാമ. പിന്നീട് അവനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രഘുരാമൻ സഹിച്ചില്ല. കാരണം ഓമനിച്ച് വളർത്തിയ മോള, അമ്മയില്ലാത്തതിന്റെ ദുഃഖങ്ങളൊന്നും അറിയിക്കാതെ ഒറ്റ മോളാണ്. അപ്പൊ അവൾ നല്ല രീതിയിൽ ജീവിക്കുന്നു. അവളുടെ ഇഷ്ടത്തിന് ഒന്നിനെതിരായിട്ട് എതിരുന്നിട്ടില്ല. അപ്പോഴാണ് അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായേക്കുന്നേ. ഇത് കേട്ട രഘുറാം ഇങ്ങോട്ട് ചാടി എഴുന്നേക്കുവാണ്. ഞാൻ അന്നേ പറഞ്ഞായിരുന്നു ഞാൻ ഇത് വേണ്ടാന്നുള്ളത്. അവനെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. അവനെ ജയിലിൽ നിന്ന് ഇറക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ, പക്ഷെ നിന്റെ ഒറ്റ ഒരുത്തിന് നിർബന്ധം കാരണമല്ലേ നമ്മുടെ കമ്പനി പോലും വേണ്ടാന്ന് വെച്ചിട്ട് കമ്പനി പോലും വിറ്റിട്ട് അവനെ ജയിലിൽ നിന്ന് ഇറക്കിയത്. ഇത് മുമ്പേ അറിയുമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവനെ ഇറക്കില്ലായിരുന്നു പറയാം. അവനെ പറഞ്ഞു, ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല ഡാഡി എന്ന് പറയണം. അതെ, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. അന്നേ അവനെ തീർക്കേണ്ടതായിരുന്നു. അവന് ഒരു നിമിഷം പോലും ഇനിയിപ്പം ഈ ഭൂമി ജീവിച്ചിരിക്കാനുള്ള അർഹതയില്ല. ഇത് കേട്ടപ്പം അവനെ പറഞ്ഞു, ഡാഡി മോളൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളുടെ മാനസികാവസ്ഥ എന്താന്ന്. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ, എന്റെ ശത്രുവിനെ ഇല്ലാതാക്കിയിട്ട് ഞാൻ തന്നെ ഞങ്ങൾക്ക് തീർന്നാലോന്ന്. എന്നെങ്കിൽ എന്റെ മോളുടെ ജീവിതമെങ്കിലും രക്ഷപ്പെടില്ലേ, മോൾക്ക് സുഖമായിട്ട് ജീവിക്കാം. ഒരുപക്ഷെ അവൻ ഈ ഭൂമി ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ മോളുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് പറയാം. അങ്ങനെ സംസാരിച്ചുകൊണ്ട് എന്നിട്ട് രഘുറാം എന്ത് ചെയ്യണം, അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ്. അകത്തേക്ക് കയറിപ്പോയിട്ട് തോക്കൊക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് വരുവാണ്. ആ തോക്ക് കണ്ടു കഴിയുമ്പോഴത്തേന് അപർണ ചോദിച്ചു, ഡാഡി എന്ത് ചെയ്യാൻ പോവാന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് രഘുറാം എന്ത് ചെയ്യാണ്, തന്റെ നെറ്റിയിലേക്ക് അതും കൂടി വെക്കുവാണ്. വെച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ ഈ ജീവിതം ഞാൻ അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് ആലോചിക്കുക. എന്തിനാ എങ്ങനെ ജീവിച്ചിരിക്കുന്നേ, ഇനി ഇങ്ങനെ നാണം കെട്ടി ജീവിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അപർണയ്ക്ക് സഹിച്ചില്ല. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഡാഡീനെയാണ്. അപ്പൊ അവനെ പെട്ടെന്ന് ആ തോക്കയിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഡാഡി എന്ത് മണ്ടത്തരേ കാണിക്കണേ, ഇങ്ങനൊന്നും കാണിക്കരുതെന്ന് പറയാണ്.
ഇത് കേട്ടപ്പോഴത്തേനും റഹ്റാം ചോദിച്ചു, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ മോളെ, നീ ഇന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ എത്രമാത്രം ഓമനിച്ച് വളർത്തിയ നിന്നെ, നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്നറിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് എന്തേലും ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ തീർത്തിട്ടേ പോവുള്ളെന്ന് പറയണം. പിന്നീട് റഹ്റാം എന്ത് ചെയ്യണം, കിഷോറിനെ വിളിക്കുകയാണ്. കിഷോറിനെ വിളിച്ചിട്ട് കിഷോറിനോട് ഇങ്ങോട്ട് വരാൻ പറയണം, എത്രയും പെട്ടെന്ന് തന്നെ വരാനായിട്ട് വരുവാണ് പറയണം വീട്ടിലേക്ക്. പിന്നീട് അവരുടെ റഹ്റാം കിഷോറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു. ഈ സമയത്താണ് ഗീതുവിന്റെ കോള് വരുന്നത്. ഗീതുവിന്റെ കോള് കണ്ടപ്പോഴത്തേനും അവരുടെയൊക്കെ കോൾ എടുക്കുകയാണ്. ഗീതുവിന് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാരണം അവരുടെയൊക്കെ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാ പോയേക്കുന്നത്. അവൾ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കിഷോറിനെ കണ്ടോ, കിഷോറുമായിട്ട് ഏറ്റുമുട്ടിയോ, അവന്റെ സ്വഭാവം ആയതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല. എന്നിട്ടെന്ന് ചോദിച്ചു, അവരുടെ നീ എന്തെടുക്കുവാന്ന് ചോദിക്കണേ. ഒന്നുമില്ല. അവരുടെയുടെ ശബ്ദം മാറിയിരിക്കുന്നുണ്ടപ്പോ എന്തോ ഒരു സംശയം തോന്നി. അതെ, നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, ഞാനും ഗോവിന്ദാണ്ടും കൂടെ. നമുക്ക് അവിടെ വന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്നുള്ളേ. നീ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. അതിനുമുമ്പ് നീ കടുങ്കൈ ഒന്നും ചെയ്യില്ലെന്ന് പറയണം. ഞാനേ ഗോവിന്ദന്റെ ഫോൺ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദന്റെയിലേക്ക് ഫോണും കൊടുക്കണം. ഗോവിന്ദ് ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, അതെ അവർണിക, കുഴപ്പമൊന്നുമില്ല അല്ലേന്ന് ചോദിക്കണേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെ, ഒന്നും ചെയ്യരുത് കേട്ടോ, ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക, എന്ത് ചെയ്യണം നമുക്ക് വന്നിട്ട് തീരുമാനിക്കാന്ന് പറയണം. അവർണിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഗോവിന്ദന് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. അവർണി പറഞ്ഞ്, ഡാഡി ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയണം. അതെ, എനിക്ക് രഘുറാമങ്ങളിനെ കാണണം, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാൻ പറയണം. അങ്ങനെ ധൈര്യം കൊടുത്തിട്ട് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് ഗീതുവിനോട് പറഞ്ഞു, അതെ, അവിടെ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ഗീത പറഞ്ഞു, ശരിയാ, അവർണയുടെ മുഖം കണ്ടിട്ട് എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നിയില്ല. അവൾ ആകെപ്പാടെ തകർന്ന് തരിപ്പണമാ പോയേക്കുന്നത്. കിഷോറിനെ ഇല്ലാതാക്കുമെന്നും പറഞ്ഞാ പോയേക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കരുത്. അവനെ പോലെ വെച്ച് അതിനെ ഇല്ലാതാക്കിയിട്ട് ജയിലിൽ പോയി കിടക്കാനുള്ളതല്ല അവളുടെ ജീവിതം. അവളുടെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്. അവൾക്ക് എത്രമാത്രം മോഹമെന്നറിയായിരുന്നോ കുഞ്ഞിനെ വളർത്താനായിട്ട്. എല്ലാ പ്രതീക്ഷകളും തകർന്നു പോയില്ലോ ഗോവിന്ദേട്ടാന്ന് പറയണം. സാരമില്ല, നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവുകയാണ്. ഈ സമയത്ത് കിഷോർ അങ്ങോട്ട് വരുന്നത്. അപ്പൊ അവർണയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർണയുടെ ഡാഡിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോവിന്ദ് സാറും ഗീതു ഇപ്പം കൂടെ വരുമെന്നാ പറഞ്ഞേ. അതിനുശേഷം ഒരു തീരുമാനം എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് റഹ്റാം പറഞ്ഞു, ശരി, അവര് വരട്ടെ, അവര് സംസാരിക്കട്ടെ, എന്താ അവർക്ക് പറയാനുള്ളതെങ്കിൽ നമുക്ക് കേൾക്കാം എന്ന് പറയുന്നുണ്ട്. അവരുടെ ഡാഡീനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഡാഡി ഒന്നുകൊണ്ടും പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, അവൻ എന്നോട് ഈ ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ഞാൻ കണക്ക് ചോദിച്ചോളാന്ന് പറയണം. രഹ്റാമിനാണെങ്കിൽ അപർണയെ കുറിച്ചായിരുന്നു ചിന്ത മുഴുവനും. അങ്ങനെ നിൽക്കുമ്പോഴാണ് കിഷോർ വരുന്നത്. കിഷോർ അങ്ങോട്ട് കയറി വരുമ്പോ അപർണയുടെ ഡാഡീനെയും അപർണയേനെയും കണ്ടു. അപ്പൊ കിഷോർ നോക്കി കഴിയുമ്പോഴത്തേനും ആ മുഖം കണ്ടു കഴിഞ്ഞപ്പോ എന്തോ ഒരു പന്തികേട് കിഷോറിന് മണത്തു. കിഷോർ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും എന്ത് ചെയ്യാണ്, അവിടെ നടുക്ക് തോക്കിരിക്കുന്നുണ്ടു. രണ്ടുപേരുടെ നടുക്കായിട്ടാ തോക്ക്. കിഷോർ പെട്ടെന്ന് അത് കണ്ടു. കിഷോറിന് അപകടം മണത്തു. കിഷോറിന് വിചാരിച്ചു, നീ ഇവിടെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമോ, ഒരു പക്ഷേ ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കുവോ, ഒന്നും കിഷോറിന് അങ്ങോട്ട് മനസ്സിലായില്ല. ഇനിയിപ്പൊ എന്തിനാന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ കിഷോർ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അവർണയെ അങ്ങോട്ട് ചെല്ലുവാണ്, കിഷോറിന്റെ അടിയിലേക്ക് ചെല്ലുവാണ്. കിഷോറിന്റെ അടിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കിഷോർ ഒരു നിമിഷം എന്താ അവർണ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് ചോദിക്കുകയാണ്. അവർണയെ പെട്ടെന്ന് ചോദിച്ചു, നിനക്കൊന്നും അറിയില്ലല്ലേന്ന് ചോദിക്കുകയാണ്. അല്ല, എന്താ അവർണയാന്ന് ചോദിക്കണം. എന്താന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് റഹ്റാം അവിടെ നിന്നിട്ട് ആ തോക്ക് എടുത്തോണ്ട് ഇങ്ങോട്ട് എഴുന്നേക്കുവാണ്. ഇത് കണ്ടതും കിഷോർ ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. കിഷോറിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു അവസ്ഥയില്. അപ്പൊ നമുക്ക് നാളത്തെ ഫുൾ വിശേഷം വരുമ്പോ അറിയാം റഹ്റാം എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന്. ഇനിയിപ്പൊ കിഷോർ ജീവനോടെ ഉണ്ടാവോ അതോ കിഷോറിനെ ഇല്ലാതാക്കുമോ എന്നൊക്കെ. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.